നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഒരുപാട് കോമഡി പ്രോഗ്രാമുകൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ ഈ പ്രോഗ്രാമും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഗോസിപ്പുകൾ കേൾക്കാനും വായിക്കാനും നമുക്ക് എന്നും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സിനിമാ താരങ്ങളെ കുറിച്ചാണെങ്കിൽ പിന്നെ പറയണ്ട. അവരെന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ അറിയാൻ എന്നും നമുക്ക് താല്പര്യമുണ്ട്. കോമഡി ഗോസിപ്പ് എന്ന ഈ സെഗ്മെന്റിൽ മലയാള സിനിമാ താരങ്ങളെ കുറിച്ചുള്ള ഗോസിപ്പുകളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹമാണ് മലയാള സിനിമയിലെ പേരുകേട്ട PR എന്ന് സ്വയം അവകാശപ്പെടുന്ന കാട്ടാക്കട ഗോപാലൻ. ഇദ്ദേഹത്തെ കുറിച്ച് നന്നായി അറിയാവുന്ന മലയാള സിനിമാക്കാർ പറയുന്നത് ഇദ്ദേഹം ഒരു പേരുകേട്ട PR അല്ല, പേരുകെട്ട PR ആണെന്നാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അത് മറ്റുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടത്രേ. അതുകൊണ്ട് തന്നെ ഗോസിപ്പ് ഗോപാലൻ എന്ന അപരനാമത്തിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഹലോ, മോഹൻലാലോ? എന്നതാ മോഹൻലാലേ, നിന്റെ പുതിയ നമ്പർ ഞാനായി കത്തുന്നിടാവോന്നോ? ഇടാ എന്നെ രാത്രിയിലൊന്ന് വിളിക്കേട്ടോ. വെച്ചേര്. മോഹൻലാല, അവന്റെ പുതിയ നമ്പർ ഞാനായാലൊന്ന് ഇടാവോന്ന്. എന്താ ചെയ്യുന്നേ? നമസ്കാരം, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലോ അല്ലേ? ഞാൻ കാട്ടാക്കട ഗോപാലൻ. ഗോസിപ്പ് ഗോപാലൻ എന്ന് ചിലരെന്നെ വിളിക്കും, പക്ഷെ എനിക്കത് പ്രശ്നമല്ല. നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പേരല്ലേ കിടക്കട്ടെന്നേ. സത്യം എവിടെ കണ്ടാലും ഞാനത് വിളിച്ചു പറയും. അതെൻ്റെ ഒരു ശീലമായപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മലയാള സിനിമയിലെ പലരെയും കുറിച്ച് പലതും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമുക്കിനി കുറച്ച് നാള് ഗോസിപ്പൊക്കെ പറഞ്ഞിങ്ങനെ രസിച്ചിരിക്കാന്നേ. പക്ഷെ ഒരു കണ്ടീഷൻ, ഞാൻ പറയുന്ന കാര്യം നമ്മളല്ലാതെ വേറൊരാൾ അറിഞ്ഞു പോകരുത്. ഇന്ന് ഒരു പുതിയ വാർത്തയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പ്രൊഫസർ നടനും കിരീട നായികയും മലയാള സിനിമയിലെ മിമിക്രി നായകന്റെ ഭാര്യയും തമ്മിൽ അവിഹിത ബന്ധത്തിൽ. ബന്ധമുണ്ടോ? ഇല്ലേ? ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അതാണ് ഈ ഗോസിപ്പ് ഗോപാലൻ. സ്വന്തമായി കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി ഒരു സിനിമ സംവിധാനം ചെയ്ത് വിജയിപ്പിക്കാൻ കഴിവുള്ള ശ്രീനിവാസന് ജഗദീഷും പാർവതിയും തമ്മിലുള്ള തികച്ച നിഷ്കളങ്കമായ ഈ കണ്ടുമുട്ടൽ ഒരാഗോള പ്രതിഭാസമാക്കി മാറ്റാൻ യാതൊരു പ്രയാസവും വന്നില്ല. നിസ്സാരം ഒരു എഴുത്തിന്റെ ആവശ്യമേ വന്നുള്ളൂ. ആ ഒരു എഴുത്തുകൊണ്ട് ശ്രീനി അവസാനിപ്പിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് വെറുതെ ആ ജഗദീഷുമായിട്ട് വഴി കിടന്ന് പിള്ളേരെ പോലെ വഴക്കുണ്ടാക്കി വല്ല കാര്യം ഉണ്ടായിരുന്നു? ഏതും പോരാത്ത ജഗദീഷുമായിട്ടാ ഉടക്കിയിരിക്കുന്നത്. ഈ ലോകം മുഴുവൻ അറിയാൻ വേറെ വല്ലതും വേണോ? എനിക്കാണെങ്കിൽ ഈ ജഗദീഷിനെ പണ്ടേ കണ്ടുകൂടാ. ഇന്നാൾ ഒരു ദിവസം ഞാൻ രാത്രി 12 മണിയാകുമ്പോൾ അടിച്ച് ഫിറ്റായിട്ട് പുള്ളിയുടെ റൂമിൽ ചെന്ന് ബെല്ലടിച്ചെന്ന് പറഞ്ഞ് പുള്ളി എന്നെ തല്ലാൻ പിടിച്ചെന്നേ. അതിനുള്ള പണിയൊക്കെ ഞാൻ പിന്നെ കൊടുത്തോളാം. എന്തായാലും ശ്രീനിയും ജഗദീഷും തമ്മിലുള്ള ഉടക്ക് മലയാള സിനിമ കംപ്ലീറ്റ് അറിഞ്ഞു. അവസാനം അമ്മയുടെ പ്രസിഡന്റ് ഇന്നച്ചന്റെ കാല് ഏതോ ഒരു ലൊക്കേഷൻ വെച്ച് ശ്രീനി പിടിച്ചെന്നാ ഞാൻ അറിഞ്ഞത്. വല്ല കാര്യമുള്ള കാര്യമാണോ? അതിനിടയ്ക്ക് വേറൊരു കാര്യം, ഈ ഇന്നസെന്റിന്റെ പേരിൽ മാത്രമേ ഇന്നസെൻസി ഉള്ളൂ. ആള് മഹാപോക്രിയ. ഇത്രയും സത്യസന്ധനായി എന്നെ തന്നെ പുള്ളിക്കാരനെ എത്ര തവണ തല്ലാൻ പിടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഞാൻ പുള്ളിക്കാരന്റെ പേര് പറഞ്ഞ് പുള്ളിയുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു 5000 രൂപ മേടിച്ചെന്ന് മുങ്ങി. അതിന് എന്റെ കഴുത്ത് കുത്തിപ്പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിനുള്ള പണിയൊക്കെ ഞാൻ പിന്നെ കൊടുത്തോളാം. എന്തായാലും ശ്രീനി കംപ്ലീറ്റ് സംഭവം ഇന്നച്ചനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നച്ചൻ സഹായിക്കാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇന്നസെന്റ് സഹായിച്ചോ? നമുക്ക് ചിരിക്കാൻ വക നൽകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും തന്നെ നടക്കാറുണ്ട്. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കണമെന്ന് മാത്രം. അത്തരത്തിലുള്ള ചില നുറുങ്ങ സംഭവങ്ങളാണ് കോമഡി ജംഗ്ഷൻ എന്ന ഈ സെഗ്മെന്റ്. ചിരി ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നു എന്നാണല്ലോ പറയാറ്. എന്നാൽ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ അധികമായാൽ ഈ ചിരിയും ഒരു പ്രശ്നമാകുമോ? മറ്റുള്ളവരുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ ചിരി ക്ലബ്ബ് പോലുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുള്ളവർ പ്രത്യേകം സൂക്ഷിക്കുക. ഹലോ ഹലോ, ഡോക്ടർ സക്കറിയ സ്പീക്കിംഗ്. അതെ, ചിരി ക്ലബ്ബിന്റെ പ്രസിഡന്റ് ആണല്ലോ. സാർ, ഞാൻ കഴിഞ്ഞ മാസം സാറിന് വന്നു കണ്ട വിനോദാണ് സാർ. പറയൂ വിനോദ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സാറ് പറഞ്ഞതുപോലെ ഞാൻ ചിരിച്ച് എന്റെ കംപ്ലീറ്റ് അസുഖം മാറിയിട്ടുണ്ട് സാർ. എന്റെ വിനോദം അത് തന്നെയാ ചിരി ക്ലബിന്റെ ഉദ്ദേശവും. മനസ്സിൽ എന്ത് ടെൻഷൻ വന്നാലും ഫുൾ ടൈം ചിരിച്ചോണ്ട് കിടക്കുക. അങ്ങനെ ഫുൾ ടൈം ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ അസുഖങ്ങൾ കംപ്ലീറ്റ് മാറി നമ്മുടെ അസുഖങ്ങൾ വഴി മാറുന്നു. എന്തായാലും സാറ് പറഞ്ഞു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. ഉപകാരം പറഞ്ഞാൽ എനിക്ക് തരാനുള്ള ഫീസ് ഉറക്കായിരുന്നാ മതി. ഒരിക്കലും മറക്കില്ല സാർ. ഫീസ് പറഞ്ഞാൽ എന്റെ മുഖത്തെ ചിരി മാറും, പിന്നെ വിനോദം നാറുവേ. അയ്യോ, ഞാൻ എത്രയും പെട്ടെന്ന് ഫീസ് കൊണ്ട് തരാം സാർ. വിനോദേ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ചിരിച്ചുകൊണ്ട് നേരിടുക കേട്ടോ. പിന്നെ സാർ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് സാറിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് സാർ. എനിക്ക് വയ്യ, വീട്ടിൽ വെച്ച് ആരാധിക്കാനായിരിക്കും അല്ലേ? അല്ല സാറേ, പിന്നെ തീരെ ചിരി വരാതിരിക്കുമ്പോ ഫോട്ടോയിലൊന്ന് നോക്കിയാൽ മതിയല്ലോ. ആരായാലും അറിയാതെ ചിരിച്ചു പോകും.
അങ്ങനെ ഒരുത്തരുടെ ചിരികളപ്പിന്റെ വലയിൽ കുടുങ്ങി കമ്പൗണ്ട് തനിക്ക് വന്നപ്പോ ചിരിക്ലബിനെ കുറിച്ച് ഭയങ്കര പുച്ഛമായിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ ചിരി ആരോഗ്യത്തിന് നല്ലതാണെന്ന്? എന്റെ പൊന്ന് സാറേ, ഞാൻ അതിനൊന്നുമല്ല ചിരിച്ചത്. ഡോക്ടറെ കാണാൻ വേണ്ടി പുറത്തൊരു രോഗി വന്നിരിക്കുന്നു. ഇപ്പോഴും നമ്മളെ വിശ്വസിച്ച് ഈ രോഗികൾ വരുന്നുണ്ടല്ലോ തോന്നി ചിരിച്ചു. ഇറങ്ങിപ്പോടോ, എന്നിട്ട് രോഗിയെ കൂടെ കടത്തിവിടും. സാർ നമസ്കാരം. ഡോക്ടർ നമസ്കാരം, ഇരിക്കൂ. മിസ്റ്റർ, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ? കംപ്ലീറ്റ് പ്രശ്നമാണ് ഡോക്ടർ. വീട്ടിലെ പ്രശ്നം, ഓഫീസിലെ പ്രശ്നം, നാട്ടിലെ പ്രശ്നം. ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. മിസ്റ്റർ, നിങ്ങൾ നല്ലൊരു ചെറുപ്പക്കാരനല്ലേ? നിങ്ങൾ എന്തിനാണ് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത്? ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ഇതെന്നെ മുഖത്തൊരു പാട്. അത് ഭാര്യ ഒരു പൊടിക്കൈ പ്രയോഗിച്ചതാ. പൊടിക്കൈയോ? അവള് പുട്ടുണ്ടാക്കാൻ വേണ്ടി പൊടി കുഴച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്തോ ഒരു തമാശ പറഞ്ഞു. അത് അവക്ക് ഇഷ്ടപ്പെട്ടില്ല. പൊടി കുഴച്ചോണ്ടിരുന്ന കൈ കൊണ്ട് ഒരു ഒറ്റ വീക്കി അത് ആ പൊടിക്കൈ പ്രയോഗിച്ചതാണെന്ന് പറഞ്ഞത്. സി മിസ്റ്റർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങളുമായിട്ടാണ് എന്റെ അടുത്തോട്ട് ഓരോരുത്തരും വരുന്നത്. പക്ഷെ ഞാൻ എന്റെ ലാഫിംഗ് തെറാപ്പി കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ മാറ്റുന്നു. ലാഫിംഗ് തെറാപ്പിയോ? മനസ്സിലായില്ലേ? ഇല്ല. മനസ്സിലാക്കി തരാം. അതായത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ മനസ്സൂർന്നങ്ങ് ചിരിക്കുക. മനസ്സിലായോ? അങ്ങനെ മനസ്സൂർന്ന് ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ എല്ലാ ടെൻഷനും അങ്ങ് മാറും. അപ്പൊ നിങ്ങൾ പഴയതുപോലെ ഊർജ്ജസ്വലനായി മാറും. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ. മനസ്സിലാക്കി തരാം. നമ്മളിപ്പോ മുഖം വിടർത്തി ഒട്ടിച്ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തിന്റെ മസിലുകൾ കിളക്കം സംഭവിക്കുന്നു. മുഖത്തെ എക്സസൈസ്. അതുപോലെ നമ്മൾ വയറ് പൊട്ടി വയറ് കുലുങ്ങിച്ചിരിക്കുമ്പോൾ നമ്മുടെ വയറിന്റെ മസിലുകൾ കിളക്കം സംഭവിക്കും. അതുപോലെ പുറത്തെ മസിലുകൾക്ക്, അതേപോലെ തലയും കുത്തി നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ തലയ്ക്കകത്തൊരു പ്രത്യേക ഒരു ഉന്മേഷം. അതായത് ശരീരത്തിന് വ്യായാമം, മനസ്സിന് നല്ല ഉന്മേഷം നൽകുന്നതാണ് ഈ ചിരി. പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ മനസ്സ് തുറന്നങ്ങ് ചിരിക്കുക. ഒന്ന് ചിരിച്ച. അയ്യോ, അങ്ങനെ വലിച്ച ചിരിയല്ല, പൊട്ടിച്ചിരിക്കൂ. ഓരോ പൊട്ടി പൊട്ടിച്ചിരിക്കും. ഒന്നും ഉറക്കച്ചിരിക്കും. മാറ്റയില്ലേ? ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും ചിരിച്ചുകൊണ്ട് നേരിടുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. എന്ത് പ്രശ്നം ഉണ്ടായാലും ചിരിച്ചുകൊണ്ട് നേരിടുക. എന്ന് വരെ നമ്മളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം. എന്ന് വരെ ചിരിക്കാവോ? അന്ന് വരെ ചിരിക്കുക. ഫോട്ടോ ഒരാഴ്ച കഴിഞ്ഞു വരും. പോകുന്നതിന് മുമ്പ് ആ കൗണ്ടറിൽ ഒരു 500 രൂപ അടയ്ക്കാൻ മറക്കണ്ട കേട്ടോ. 500 രൂപയോ? മുഖം മാറി, ടെൻഷനായി. ഞാൻ പറഞ്ഞില്ല മിസ്റ്റർ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് നേരിടണം. 500 രൂപ മിസ്റ്റർ, ഇന്നത്തെ കാലത്ത് 500 രൂപ എന്നൊരു തുകയാണോ? നിങ്ങളുടെ അസുഖമാണോ വരുന്നത്? നിങ്ങൾക്ക് 500 രൂപയാണോ വരുന്നത്? 500 രൂപ അസുഖം മാറും. 500 രൂപ അടയ്ക്കാം. ഇദ്ദേഹത്തിന്റെ 500 രൂപ മേടിച്ച് കൗണ്ടറിൽ അടച്ചേ. പുള്ളിക്കാരൻ ഇവിടുത്തെ ചികിത്സയിലാണോ? ചികിത്സയിലല്ല, പുള്ളി ഇവിടുത്തെ ജോലിക്കാരനാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗുരുതരമായി എന്ത് പ്രശ്നം വന്നാലും ചിരിച്ചോണെന്നാ പറഞ്ഞിരിക്കുന്നത്. ചിരിച്ചോണ്ടിരിക്കുകയാണല്ലേ? എന്ത് പ്രശ്നം വന്നാലും ചിരിച്ചോണ്ടിരിക്കുള്ളല്ലേ? നല്ല പണിയാണ് കാണിച്ചത്. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നില്ലേ? എന്റെ അച്ഛൻ മരിച്ചറിഞ്ഞില്ലായിരുന്നു. അച്ഛൻ പാടിലോട് ഇടിച്ച് മരിച്ചു. പാടിലോട് തലവഴി കയറിപ്പോയി. ഇങ്ങനെ നടക്കുമായിരുന്നു. പാലസരി സ്ഥാനക്കാരായിരുന്നു. മതി. ഇദ്ദേഹത്തിന്റെ 500 രൂപ മേടിച്ച കൗണ്ടറിൽ അടച്ചേര് കേട്ടോ. എന്തായാലും ഫുൾ ടൈം ചിരിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ചിരി എന്തായാലും ഇവിടെ നമുക്ക് ആരംഭിച്ചേക്കാം.
ഞാൻ അത്രക്കാരിയാന്ന് കരുതിയതാൻ മേലാ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറിയല്ലോ. ചേച്ചി ഞാൻ എന്ത് ചെയ്തു ചേച്ചി? അയ്യോ ഈ പൂവാലന്മാരെ കൊണ്ട് തോറ്റു. ഫുൾ ടൈം ചിരിക്കാനാ ഡോക്ടർ എന്നോട് പറഞ്ഞതാണല്ലോ. പിന്നെന്തിനാ ചേച്ചി എന്നെ കിട്ട് തല്ലിയത്? എന്തൊരു പരിപാടിയായി പക്ഷേ. അയ്യോ നമസ്കാരം. ചിരി ക്ലബിലെ മെമ്പർ ആണല്ലേ? അങ്ങനെ പല ക്ലബിലെ മെമ്പറാണ്. ഞാനൊരു കമ്പനി ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് കമ്പനി അടിക്കാൻ. തീർച്ചയായിട്ടും ഭ്രാന്താശുപത്രി ഇറങ്ങിയ പിന്നെ എനിക്കൊരു കമ്പനി കിട്ടാതെ നോക്കി നിൽക്കുകയാണ്. നമുക്ക് കമ്പനി കൂടാം. നമുക്ക് കമ്പനി കൂടാം. ഒരു പഴം. ആ ഭ്രാന്തൻ എന്നെ കൊന്നില്ലെന്നുള്ളൂ. ചിരിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? ആ എന്തായാലും ചിരിച്ചു കഴിഞ്ഞാൽ എന്റെ ആരോഗ്യം കൂടുന്നില്ല ഡോക്ടർ പറഞ്ഞു. ഒന്നുകൂടെ എന്തായാലും ഒന്ന് ചിരിച്ചേക്കാം. അത് ശരി. നടക്കുന്ന വഴിയിൽ പഴത്തൊലിട്ടിട്ട് നിങ്ങൾ ചിരിക്കാണ്. ഞാനല്ല പഴത്തൊലിട്ടത്, നീ അല്ലേ? അയ്യോ 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 അയ്യോ. മനസ്സിലായില്ല എന്റെ പൊന്നു ഡോക്ടറെ? ഇന്ന് രാവിലെ 500 രൂപ അടക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട രോഗിയില്ലേ? ആ രോഗിയാണ് ഈ നിൽക്കുന്ന പുള്ളിക്കാരൻ. തന്നോട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാനല്ലേ പറഞ്ഞേ? താനെന്തിനാ ഇന്ന് വന്നേ? ഇന്ന് തന്നെ വരേണ്ടി വന്നു ഡോക്ടർ. എന്ത് പറ്റി? ഡോക്ടർ പറഞ്ഞ പോലെ ഫുൾ ടൈം ചിരിക്കാൻ നോക്കിയതാ ഞാൻ ഈ പരുവത്തിലായത്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ചിരിച്ചു കഴിഞ്ഞാൽ നല്ല എക്സസൈസ് ആണെന്ന്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ? എനിക്കല്ല, എന്നെ എടുത്തിട്ട് ഇടിച്ചവന്മാർക്ക്. ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാ നീ പറഞ്ഞത്? മുഖത്തെയും വയറിലെയും മസിലുകൾ തിളക്കം. മുഖത്തെയും വയറിലെയും മാത്രമല്ലടാ, ഇനി ഇളകാൻ എന്റെ ശരീരത്ത് ഒരു തുള്ളു മസില് പോലും ഇല്ല. അവന്റെ ഒരു ലാഫിംഗ് തെറാപ്പി. നോ 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 നോ, ലാഫിംഗ് തെറാപ്പി ഒരിക്കലും കുറ്റം പറയരുത്. എന്ത് പ്രശ്നം ഉണ്ടായാലും ചിരിച്ചുകൊണ്ട് നേരിടണം. ചിരിച്ചുകൊണ്ട് നേരിടാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടൻ ഇവിടെ വന്നിരിക്കണോ? ചേട്ടന്റെ ഭാര്യ ഒരുത്തനോട് ഒളിച്ചോടി പോയി. അല്ല, ഭാര്യ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞു. ചേട്ടൻ ചിരിക്കുന്നു. ഭാര്യ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ സത്യമാണല്ലോ. എടോ, ജീവിതത്തിൽ ഇന്നാടോ ഞാൻ ആദ്യമായിട്ട് മനസ്സ് തുറന്നൊന്ന് ചിരിക്കുന്നത്. പെട്ടെന്ന് വരുന്ന സൗഭാഗ്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റാറുണ്ട്. നമ്മൾ അർഹിക്കുന്ന അല്ലെങ്കിൽ കൂടി അത് നമുക്ക് വേണം 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 എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഇതെല്ലാവരെയും കുറിച്ച് പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ ഇടയിലുള്ള ചിലരെ കുറിച്ച് മാത്രം. അത്തരത്തിലുള്ളവരെ കണ്ടുപിടിക്കാനുള്ളൊരു സൂത്രപ്പണിയാണ് റോങ് നമ്പർ എന്ന ഈ സെഗ്മെന്റ്. നമുക്ക് ചിലരെയൊക്കെ ഒന്ന് വിളിച്ചൊന്ന് പറ്റിക്കാന്നേ. എഴുതാത്ത എഴുത്തിന് 1 പവൻ സ്വർണ്ണ നാണയം 1ാം സമ്മാനമായി കിട്ടുമെന്ന് അറിയുമ്പോൾ ചിലർക്ക് അതൊരു ഷോക്കായിരിക്കും അല്ലേ? എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അല്ല, ഇപ്പൊ ആരെയാണ് വിളിക്കുന്നത്? എന്തായാലും നമുക്ക് ഡയറക്ടറി തുറന്ന് ഒന്ന് കറക്കി കുത്തി നോക്കാം. സാബു വർഗീസ്. സാബു വർഗീസ് പാലയാണ്, പാല. എന്തായാലും നമുക്ക് സാബു വർഗീസിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, മിസ്റ്റർ സാബു വർഗീസിന്റെ വീടല്ലേ? അതെ അതെ. ആ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഇത് റോസ്മേരി ആണല്ലേ? ആ, ഓക്കെ. ഇത് ഞങ്ങൾ കൈരളി ടിവിയുടെ പാസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ എഴുതി എഴുത്തിവിടെ കിട്ടിയിരുന്നു, നല്ല ഉത്തരമാണ്. 1ാം സമ്മാനം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ എഴുതി ഉത്തരം എന്തോ ഇല്ലല്ലോ. അല്ല, നിങ്ങൾ കൈരളി ടിവിയിലോട്ട് എഴുതിയ എഴുത്തിവിടെ കിട്ടി, 1ാം സമ്മാനം നിങ്ങൾക്കാണ്. എവിടുന്നാണ് ഉത്തരം കിട്ടിയത്? കിട്ടിയോ? ആ, ഉത്തരം നല്ല ഉത്തരമാണ്. എവിടുന്നാണ് ഉത്തരം കിട്ടിയത്? ഹലോ, എനിക്കറിയത്തില്ല കേട്ടോ. ചേട്ടനോട് ചോദിക്കാം. എന്തോ? നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടനോടോ? ആ, ചേട്ടനോടോ കൊടുക്ക്.
ചേട്ടനെ ഇപ്പൊ ഇല്ലല്ലോ. ഇല്ല. ആ ഒന്ന് പുറത്തു പോയിരിക്കുക. അപ്പൊ എന്തായാലും ചേച്ചി ഇപ്പൊ നിങ്ങൾക്കാണ് ഒന്നാം സമ്മാനമായിട്ട് 1 പവന്റെ ഗോൾഡ് കോയിൻ ആണ്. അയ്യോ ഞാനായിട്ട് അയച്ചില്ല, ചേട്ടൻ അയച്ചെന്ന് അറിയത്തില്ല. അല്ല നിങ്ങളുടെ അഡ്രസ്സിലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഗോൾഡ് കോയിൻ വേണ്ടേ? ആ അതെ ചേട്ടൻ വന്നു കേട്ടോ, ചേട്ടനെ കൊടുക്കാം. ആ കൊടുക്ക്. ഹലോ 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 മിസ്റ്റർ സാബു വർഗീസ്. അതെ സാബുവാണ്. ആ ചേട്ടൻ അയച്ച എഴുത്ത് ഇവിടെ ഞങ്ങളുടെ കൈരളി ടിവിയിൽ കിട്ടി. പാസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലേക്ക് എഴുത്തയച്ചില്ലായിരുന്നോ? ഹലോ എവിടെ വിളിക്കുന്നേ? ഇത് കൈരളി ടിവി എന്നാണ്. പാസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. പ്രോഗ്രാം. അപ്പൊ അവിടെ നിങ്ങൾ അയച്ച എഴുത്ത് കിട്ടി. ഞങ്ങൾ അയച്ച എഴുത്തോ? അതെ, 1 പവൻ സ്വർണ്ണ നാണയം നിങ്ങൾക്കാണ് ഒന്നാം സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. ഓക്കെ നീ എഴുത്തല്ലോ അയച്ചായിരുന്നു അങ്ങോട്ട്. ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്ക്. ഹലോ ഹലോ. അപ്പൊ ഈ ഗോൾഡ് കോയിൻ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിക്കണോ നിങ്ങൾ കൈരളിയിൽ വന്ന് കളക്ട് ചെയ്യുമോ? എങ്ങനെയാണത്? ഹലോ അപ്പൊ നിങ്ങൾ ഗോൾഡ് കോയിൻ കൈരളി വന്ന് കളക്ട് ചെയ്യുമോ? ഗോൾഡ് കോയിൻ ആണ്. അതെ, ഒന്നാം സമ്മാനം ഗോൾഡ് കോയിൻ ആണ്, 1 പവന്റെ ആണ്. അതെ, ഈ ഉത്തരം എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഉത്തരല്ലേ? അതെ, നിങ്ങൾ ആസ്പാസ് പ്രോഗ്രാം അല്ലേ വിളിക്കുന്നത്? പാസ് പ്രോഗ്രാമിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ. അപ്പൊ ഗോൾഡ് കോയിൻ ഞങ്ങൾ അയച്ചു തരാം കേട്ടോ. ഞങ്ങൾ വന്ന് വാങ്ങിക്കണോ? എന്തോ വന്ന് വാങ്ങിക്കട്ടെ, ഞങ്ങൾ അങ്ങോട്ട് അയച്ചു തരാം. ഇങ്ങോട്ട് അയച്ചു തരുമോ? സാബു ചേട്ടാ. ഹലോ. സാബു ചേട്ടാ നമസ്കാരം. ഇത് കൈരളി ടിവി എന്നാണ്. പക്ഷെ പാസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അല്ല. ഇത് നിങ്ങളാണ് താരം എന്ന് പറയുന്ന ഒരു പുതിയ കോമഡി പ്രോഗ്രാം ആണ്. സത്യത്തില് നിങ്ങൾ എടുത്തയച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ വിളിച്ച് ചെറുതായിട്ടൊന്ന് പറ്റിക്കാൻ ശ്രമിച്ചതാണ്. ഹലോ, ഇത് ആരാ വിളിക്കുന്നത്? എന്റെ പേര് കലാഭവൻ ഷാജോൺ എന്നാണ്. അതേട്ടാ. എന്തോ? അതെ, മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളാണ്. ഹലോ, ഇത് നിങ്ങളാണ് താരം എന്ന് പറഞ്ഞൊരു പുതിയ പ്രോഗ്രാമാണ്. അതിൽ റോങ് നമ്പർ എന്ന് പറയുന്നൊരു സെഗ്മെന്റ് ഉണ്ട്. അതിലിങ്ങനെ നമ്മൾ ജനങ്ങളെ എന്തോ നമ്മളെ വിളിച്ച് പറ്റിക്കായിരുന്നു. അല്ല ചേട്ടാ, ഇത് ഇതിനകത്തൊരു സെഗ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ചേട്ടനോട് വളരെ നന്ദിയുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും 1 പവൻ സ്വർണ്ണ നാണയം തന്നില്ലെങ്കിലും ചേട്ടന് വളരെ മനോഹരമായ ഒരു സമ്മാനം ഞങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് ചേട്ടൻ എത്തിച്ചു തരുന്നതായിരിക്കും. ഇത് നിങ്ങളാണ് താരം എന്ന് പറഞ്ഞ പുതിയൊരു പ്രോഗ്രാമാണ്. പിന്നെ ചേട്ടന് ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡിലെ കോളർ ചേട്ടനായിരുന്നു. ഞങ്ങൾ വിളിച്ചാല് ചേട്ടനാണ്. എന്തോ ഇത് നമ്മളെ ശരിക്കും പറ്റിക്കായിരുന്നു ചേട്ടാ. ഇതുപോലെ ഇത് തന്നെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേട്ടാ. കേട്ടോ, എന്തായാലും പങ്കെടുത്തിൽ വളരെ സന്തോഷം. ഞങ്ങൾ വീണ്ടും വിളിക്കും. ചേച്ചിയോട് പ്രത്യേക അന്വേഷണം പറയാം. ഓക്കെ ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ബൈ. എന്തായാലും നമ്മുടെ സാബു വർഗീസ് ചേട്ടൻ ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നെ 1 പവൻ കിട്ടിക്കോട്ടെ എന്ന് കരുതി വന്നു മേടിച്ചാളെന്നൊക്കെ പറയാൻ തുടങ്ങി. എന്തായാലും ഇത്തരത്തിലുള്ള ചിലരുണ്ട്. അത് വേറെ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല. പെട്ടെന്ന് ഒരാൾ വിളിച്ചെങ്കിൽ 1 പവൻ സ്വർണ്ണ നാണെന്ന് പറഞ്ഞാൽ ഞാനായാലും ആരായാലും നമ്മൾ ആരായാലും വീണു പോവില്ലേ?